ഹായ്, ഡി ജി ഐയുടെ മാവിക് എയർ റിവ്യൂയിലേക്ക് സ്വാഗതം. മാവിക് എയർ ഡി ജി ഐയുടെ ഏറ്റവും പുതിയ ഡ്രോണാണ്. കുറേയധികം ഫീച്ചേഴ്സ് പാക്ക് ചെയ്ത് കൺസ്യൂമർ ഫ്രണ്ട്ലി പ്രൈസിൽ ഇറക്കിയിരിക്കുന്നൊരു ഡ്രോണാണ് മാവിക് എയർ. എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഫ്ലൈമോർ കോംബോ ആണ്. ഫ്ലൈമോർ കോംബോയിൽ 3 ബാറ്ററിയും ഒരു 2 സെറ്റ് പ്രൊപ്പല്ലേഴ്സ് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഒരു 4 പ്രൊപ്പല്ലർ ഗാർഡ്സും പിന്നെ ഒരു ബാഗും. ഇതാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ഒരാഴ്ചത്തെ യൂസ് ചെയ്ത ശേഷമുള്ള ഒരു ചെറിയൊരു റിവ്യൂ ആണത്. മുമ്പുള്ള മാവിക് പ്രോവും സ്പാർക്കും ഒക്കെ പോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. മാവിക് എയറിൻ്റെ വളരെ സ്റ്റേഡിയാണ്. ഫ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ് ആക്ച്വലി. കൺട്രോൾസും ഇതെല്ലാം. ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ഒരു പ്രത്യേകതയാണ്. കാരണം അതിൻ്റെ ജോയ്സ്റ്റിക്ക് ഡിറ്റാച്ചബിളാണ്, അഴിച്ചു വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് ക്യാരി ചെയ്ത് ഇറക്കുമ്പോൾ ഒടിയാനുള്ള ചാൻസോ ഇങ്ങനെയുള്ള ചാൻസോ കുറവാണ്. ഇതൊരു നല്ലൊരു ആഡഡ് ഫീച്ചറായിട്ട് തോന്നുന്നു. ഇതിൻ്റെ മെയിൻ എടുത്തു പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വിക്ക് ഷോട്ട് മോഡുകളും ജെസ്റ്റർ കൺട്രോളും പിന്നെ 4K വീഡിയോ ആണ്. 4K വീഡിയോ മാവിക് പ്രോയുടെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ബിറ്റ് റേറ്റ് കൂടുതലാണ്. അതുപോലെ 120 FPS സ്ലോ മോഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ക്വിക്ക് ഷോട്ട് മോഡുകൾ ആസ്ട്രോയിഡും ബൂമറാങ്ങും അതൊരു മാവിക് എയർ എക്സ്ക്ലൂസീവാണ്. വേറെ ഇതിലൊന്നും അവൈലബിൾ അല്ല. പിന്നെ ഫോട്ടോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ മാവിക് എയർ എന്തായാലും മാവിക് പ്രോവിനേക്കാളും സ്പാർക്കിനേക്കാളൊക്കെ മച്ച് ബെറ്ററാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് കമ്പനി ക്ലെയിം പറയുന്നത് 21 മിനിറ്റ്സ് ആണെങ്കിലും റിയൽ വേൾഡ് എൻ്റെ യൂസേജിലൊക്കെ എനിക്ക് കിട്ടിയത് 17-18 മിനിറ്റൊക്കെയാണ്. വിൻഡില്ലാതെയും അത്യാവശ്യം വിൻഡുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്തപ്പോഴും. പിന്നെ ഈ ജെസ്റ്റർ കൺട്രോളെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പാർക്കിൽ അത്ര റെസ്പോൺസീവ് ആയിരുന്നില്ല. ഇതിൽ ജെസ്റ്റർ കൺട്രോളെല്ലാം നല്ല റെസ്പോൺസീവാണ് കുറച്ചും കൂടെ. വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ എക്സലൻ്റ് ആണ്. ബിറ്റ് റേറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് കുറച്ച് ഫയൽ സൈസൊക്കെ കൂടുതലാണ്. അതല്ലാതെ മാവിക് പ്രോൻ്റെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ മാവിക് പ്രോ എടുക്കണോ മാവിക് എയർ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും മാവിക് എയർ എടുക്കാൻ പറയും. കാരണം ഒന്നാമത് ഈ ഡ്രോൺ എല്ലാം ഓരോ വർഷവും ഓരോ മാസം തോറും പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2 വർഷം പഴയ മാവിക് പ്രോവിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും മാവിക് എയർ. വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സെൻസേഴ്സുകളുണ്ട്. അതായത് മാവിക് എയറിന് ഫ്രണ്ടിലും ബാക്കിലും അടിയിലും ഉണ്ട് സെൻസേഴ്സ്. മാവിക് പ്രോയിലാണെങ്കിൽ ഫ്രണ്ടിലും അടിയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബാക്ക്വേർഡ് ഫ്ലൈ ചെയ്യുമ്പോൾ മാവിക് എയർ കുറച്ചും കൂടെ ഒബ്ജക്റ്റൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും കൊളീഷൻ വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ക്വിക്ക് ഷോട്ട് മോഡുകൾ, ജെസ്റ്റർ കൺട്രോൾ, പിന്നെ സൈസ്, വെയിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ മാവിക് എയറിനാണ് കുറച്ചും കൂടെ ഇതുള്ളത്. പിന്നെ അതുപോലെ APAS എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട് മാവിക് എയറിൽ. അതായത് സാധാരണ ഇപ്പോൾ ഫ്ലൈ ആണെങ്കിൽ ഒരു തെങ്ങോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഡ്രോണോട് നിൽക്കും ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ട്. ഈ APAS മോഡലാണെങ്കിൽ അത് അതിൻ്റെ ഈ തെങ്ങിൻ്റെ ഇതിൻ്റെ സൈഡിൽ എവിടെയാണ് ഫ്രീ സ്പേസ് ഉള്ളത് ആ വഴി മൂവ് ചെയ്യും ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട്. അതൊരു പുതിയൊരു ഫീച്ചറാണ് മാവിക് എയറിലാണുള്ളത്. മാവിക് പ്രോവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാവിക് എയറിന് വളരെ കുറച്ച് സ്പേസ് മതി ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും. മാവിക് പ്രോ അത്യാവശ്യം ഓപ്പൺ സ്പേസ് വേണം.
പിന്നൊരു ഇത്തിരി നോയ്സിയാണ് മാവിക് പ്രോ, അതുകൊണ്ട് ആൾക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് ഇതാവും. മാവിക് എയർ എന്ന് പറയുമ്പോൾ ഇത്തിരി സൈലൻ്റ് ആയതുകൊണ്ടും ചെറുതായതുകൊണ്ടും ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മാവിക് എയർ നിങ്ങൾക്ക് സൂട്ടാവും. പിന്നെ അതുപോലെ പ്രൈസ് ഫീച്ചർ റേഷ്യോ നോക്കുമ്പോൾ മാവിക് എയറിന് തന്നെയാണ് ഇതിലും ഇതുള്ളത്. ഇപ്പം അഥവാ നിങ്ങൾ ഇത് രണ്ടിലും കൺവിൻസ്ഡ് അല്ലെങ്കിൽ മാവിക് പ്രോ 2 വരുന്നവരെ വെയിറ്റ് ചെയ്യുക. മാവിക് എയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻസിലിടുക. താങ്ക് യു.